ബഹുമാനപ്പെട്ട രാജവട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ രാജൻ വോട്ടർമാരെ നേരിൽ കാണുന്നതിനും തൊട്ടുപിറകിലായി ഇതുവഴി കടന്നു വരികയായി സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സ്ഥാനാർത്ഥി സ്നേഹം പങ്കുവെക്കുന്നതിനുമായി ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി ഇതുവഴി കടന്നു വരുന്നു. സ്നേഹത്തിന്റെ വീക്ഷണങ്ങൾ സമ്പാദിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കണ്ണൂർ നിയമസഭാധിപത്യ മുന്നണിയുടെ വിമുക്തരായ പോരാളി സഹായകര ആശ്രയിക്കുക രീതിയൊരുക്കുക കരിവള്ളൂരും കാവും വായും മറക്കൂലല്ലോ ഞങ്ങൾ മറക്കൂലല്ലോ കാറ്റായുടെ ജനവിധി നേടി നെഞ്ചു വിരിച്ചു മതിലേക്ക് കൈപ്പത്തി പോയി തമരവാടി വിപ്ലവം തുടരുകയായി. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യമാണ് ഇന്ന് റാലി സംഘടിപ്പിച്ചത്. വഴിയിലുടനീളം ഈ മണ്ഡലത്തെ ഇടതുപക്ഷപരമായിക്കൊണ്ടാണ് ഈ റാലിയെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഈ നിയോജക മണ്ഡലത്തിൽ ജനവിധി നേടുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളോട് ഏതെങ്കിലും ഒന്ന് ഹൃദയത്തിൽ തൊടാതെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. 10 വർഷക്കാലം മുമ്പ് ഈ മണ്ഡലത്തിൽ MLA ആയി മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഞാൻ നിങ്ങളോട് നൽകിയ വാഗ്ദാനം പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപയുടെ കെട്ടിടം ഇന്ന് വെച്ചതുപോലെ വെച്ചു തരും എന്നായിരുന്നില്ല. പട്ടിക്കാട് LP സ്കൂളിന്
5.5 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിക്കും എന്നായിരുന്നില്ല, കല്യാണ മണ്ഡപം പൂർത്തീകരിക്കും എന്നായിരുന്നില്ല, ഗ്രൗണ്ട് പൂർത്തീകരിക്കും എന്നതായിരുന്നില്ല, ഈ മാർക്കറ്റ് റോഡ് BMTC ആക്കും എന്നതായിരുന്നില്ല, പീച്ചി റോഡിൽ നിന്ന് വെലങ്ങന്നൂരിലേക്ക് പോകുന്ന മലയോര ഹൈവേ ഇത്ര മഹനീയമാക്കും എന്നായിരുന്നില്ല, പീച്ചിയിൽ ഒരു വിദ്യാഭ്യാസ ഹബ്ബ് തന്നെ സൃഷ്ടിച്ച് പീച്ചി ITA ഉണ്ടാക്കി, പീച്ചിയിലെ ITA കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മോഡൽ ITA ആക്കും എന്നുമായിരുന്നില്ല. സുവോളജിക്കൽ പാർക്കിനെ കുറിച്ചോ ഇവിടുത്തെ BMTC റോഡുകളെ കുറിച്ചോ ആയിരുന്നില്ല എന്റെ വാഗ്ദാനം. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ഒറ്റ വാഗ്ദാനമേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ ചിഹ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ, വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ അതിന്റെ പേരിൽ ഒരു നിമിഷം പോലും ഈ മണ്ഡലത്തിലെ ഒരാൾക്കും തലകുനിക്കേണ്ടി വരില്ല എന്ന് പ്രഖ്യാപിച്ചത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന ആത്മാഭിമാനബോധത്തോടെ ഈ തിരഞ്ഞെടുപ്പിൽ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ജനവിധി തേടുകയാണ്. 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ സമാനതകളില്ലാത്തൊരു കാലം നമുക്ക് സൃഷ്ടിക്കാനായി. ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. കഴിഞ്ഞ ദിവസം പത്രമാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ഇന്നലെ ചോദിച്ചു, തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് പ്രഖ്യാപിച്ചു ഇല്ല എന്ന ഭീതി. കാരണം ഈ നാട്ടിൽ കഴിഞ്ഞ 10 വർഷമായി 3650 ദിവസവും ഞാൻ ഉണ്ടായത് ഈ മണ്ഡലത്തിന്റെ ഹൃദയഭൂമിയിലാണ്. അതുകൊണ്ട് ഞാൻ പരിപ്രേക്ഷ്യത്തിലേക്ക് ഈ കേരളം നടന്നു പോവുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനീഷറായിട്ടുള്ള അദ്ദേഹം 4 മണി 2 സെക്രട്ടറിമാർ അവരുടെ ഡയറികൾ എടുത്തു കാത്തിരുന്നു. ഗണേഷ് കുമാർ 81